ഇറാനും ഇസ്രായേലും തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെതിരെ യുദ്ധം തുടങ്ങിയെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയി പ്രഖ്യാപിച്ചു. നിരുപാധികം കീഴടങ്ങണമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് മുട്ടുമടക്കില്ലെന്ന് ഇറാൻ പറയുന്നു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഇസ്രായേലിന്റെ പുതിയ അവകാശവാദം. ഇസ്രായേലിൽ ഇറാനും മിസൈലുകളിട്ടു. യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകാൻ അമേരിക്ക തയ്യാറാകുന്നുവെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി കെ സുഹൈൽ ചേരുന്നു. സുഹൈൽ, അമേരിക്ക നേരിട്ട് കാൽവെക്കുകയാണോ ഇറാൻ വിരുദ്ധ ആക്രമണത്തിലേക്ക്? നിഷാദ്, നേരത്തെ ഡൊണാൾഡ് ട്രംപിലുണ്ടായിരുന്ന വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ ചില വാക്കുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത്. ഖാംനയിയോട് നേരിട്ട് ട്രംപ് ഭീഷണി മുഴക്കുന്നു. എവിടെയാണ് ഖാംനയി ഉള്ളത് എന്ന് ഞങ്ങൾക്കറിയാം. കൃത്യമായി തന്നെ അദ്ദേഹത്തെ വകവരുത്താനും അറിയാം. പക്ഷേ ഇപ്പോൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഈ ഭീഷണിക്ക് മറുപടിയുമായി ഖാംനയി രംഗത്ത് വന്നു. യുദ്ധം ആരംഭിക്കുകയാണ് എന്ന പരസ്യമായൊരു പ്രഖ്യാപനം ഖാംനയി നടത്തിയിരിക്കുന്നു. കീഴടങ്ങില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മാത്രം മതി ഇറാനെ കീഴടക്കാൻ എന്ന്, ലക്ഷ്യങ്ങൾ നേടാൻ എന്ന് നെതന്യാഹു കൂടി പ്രഖ്യാപിക്കുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇസ്രായേലിനും അമേരിക്കക്കും ചെയ്യാനുള്ളത്. ഒന്ന്, നത്താൻസിലും അതേപോലെ തന്നെ ഫൗദയിലുമുള്ള ഇറാൻ്റെ ആണവ റിയാക്ടറുകൾ തകർക്കുക എന്നുള്ളതാണ് അവർക്ക് ആദ്യമായി പ്രധാനമായി ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ഘട്ടമാണ് അവിടെയുള്ള ഭരണത്തെ മാറ്റുക എന്നുള്ളത്. ഈ രണ്ട് ലക്ഷ്യങ്ങളും രണ്ടാഴ്ച കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ്റെ തിരിച്ചടി എത്രത്തോളം ശക്തമായിരിക്കും എന്നും ആശ്രയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഇറാനിൽ നിന്ന് നിരവധി മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് എത്തിയത്. ടെല്ലവീവിലും അതേപോലെ തന്നെ ജെറുസലേമിലും അടക്കം വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് 60-ലധികം വരുന്ന ആളുകൾ ഇന്നലത്തെ രാത്രിയിലെ ആക്രമണത്തിലെ പരിക്കേറ്റ ആളുകൾ മാത്രമായി ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ മിസൈലുകളുടെ വൻ ശേഖരം ഇറാൻ്റെ കയ്യിലുണ്ട്. ആ മിസൈൽ ശേഖരത്തെ തകർക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി മൊസാദ് ഏജന്റുമാർ ഇറാനിലുടനീളം ഉണ്ട് എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഓരോ ആളുകളെയും തെരഞ്ഞു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇപ്പോൾ 15ഓളം മൊസാദ് ഏജന്റുമാരെ പിടിച്ചു എന്ന് ഇറാൻ അറിയിക്കുകയാണ്. ഇനി ഈ നയത്തിൽ എന്താണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യാൻ പോകുന്നത്? പൂർണ്ണമായും ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ നമുക്കറിയാൻ സാധിക്കുന്നത് പൂർണ്ണമായൊരു തീർപ്പിലെത്താൻ കഴിഞ്ഞ ദിവസം നടന്ന സുപ്രധാനമായ മീറ്റിങ്ങിലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വലിയൊരു വിഭാഗം ഇപ്പോഴും യുദ്ധത്തിലേക്ക് നേരിട്ടിറങ്ങുന്നത് നല്ലതല്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. പക്ഷേ വൻ സമ്മർദ്ദമുണ്ട് നെതന്യാഹുവിൻ്റെ അടുക്കൽ നിന്ന്, അതേപോലെ തന്നെ സയനിസ്റ്റ് ലോബിയിൽ നിന്നും ഡൊണാൾഡ് ട്രംപിന് മേൽ കടുത്ത സമ്മർദ്ദം. ഈ യുദ്ധത്തിൽ ഇറങ്ങണം. ഏറ്റവും ചുരുങ്ങിയത് ഈ ആണവ നിലയം തകർക്കാനുള്ള 30,000 പൗണ്ട് ബോംബ്, ആ ബോംബ് എങ്കിലും ബങ്കർ ബസ്റ്റർ ബോംബ് നൽകണം. ആ ബോംബ് നൽകുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഇസ്രായേൽ നൽകിയിട്ട് കാര്യമുണ്ടാകില്ല. അത് ഓപ്പറേറ്റ് ചെയ്യാൻ US സൈനികർ തന്നെ വേണം. അപ്പോൾ ആ തരത്തിൽ അത് US സൈനികർ ബോംബിടാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി യുദ്ധത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ്. അതിന് സമ്മതിക്കണം, അല്ലെങ്കിൽ അത്തരമൊരു നിലപാടെടുക്കണം എന്ന് വൻതോതിൽ ഇസ്രായേലി ലോബി ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. പക്ഷേ അപ്പുറത്ത് GCC രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ചും UAE-യും ഖത്തറും സൗദിയും അടക്കമുള്ള രാജ്യങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് ഇനിയൊരു യുദ്ധവുമായി വരരുത് എന്ന സന്ദേശം നൽകുന്നു. ഒരു അഭ്യർത്ഥന ട്രംപിന് മുമ്പിൽ വെക്കുന്നു. ഒപ്പം ട്രംപ് ക്യാമ്പിൽ നിന്നും, പ്രത്യേകിച്ചും ഈ യുദ്ധം തന്നെ 2 മാസം മുമ്പ് പ്ലാൻ ചെയ്ത ഒരു യുദ്ധമായിരുന്നു. പക്ഷേ അന്ന് നെതന്യാഹുവിനോട് ആദ്യഘട്ടത്തിൽ അമേരിക്ക സമ്മതിച്ചുവെങ്കിലും US-നുള്ളിൽ സുരക്ഷാ കാര്യങ്ങൾക്കും ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്കും നേതൃത്വം നൽകുന്ന തുളസി ഗബാർഡ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഒരിക്കലും ഈ യുദ്ധത്തിൽ പോകുന്നത് പശ്ചിമേഷ്യയിലെ US താല്പര്യങ്ങൾക്ക് നല്ലതല്ല. അത് ഇസ്രായേലിൻ്റെ മാത്രം താല്പര്യങ്ങൾക്ക് ഗുണമാവുകയുള്ളൂ. വിശാല അടിസ്ഥാനത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ പിന്തുണക്കും അതേപോലെ തന്നെ നമ്മുടെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ക്യാമ്പയിനും അതെതിരായിരിക്കും എന്നുള്ളതാണ് അവർ നൽകിയത്. അപ്പോൾ തുളസി ഗബാർഡ് മാത്രമല്ല, മെഗാ ക്യാമ്പയിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആ ക്യാമ്പിലെ പ്രമുഖരായ ആളുകൾ തന്നെ ഇപ്പോൾ പറയുന്നത് അതിൻ്റെ ഭാഗമാകരുത്. നമ്മൾ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിൻ്റെ ഭാഗമായി കുറേയേറെ കാലമായി ട്രംപിൻ്റെ ഒരു നയം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളുടെ യുദ്ധങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. ആ നയത്തിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വലിയൊരു വിഭാഗം വാദിക്കുന്നത്. പക്ഷേ കടുത്ത സമ്മർദ്ദം ഇസ്രായേൽ ലോബി ഉണ്ടാകുന്നു. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രണ്ടിൻ്റെയും ഇടയിൽ നിന്ന് ഏത് നിലപാടെടുക്കും എന്നുള്ളതാണ്. ABC ന്യൂസ് അടക്കമുള്ള ചാനലുകൾ പറയുന്നത് ട്രംപ് എടുത്തിട്ടുള്ള നിലപാട് യുദ്ധത്തിലേക്ക് പോകാനാണ് എന്നാണ്. പക്ഷേ വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ മീറ്റിംഗിലെ തീരുമാനം അത്തരമൊരു യുദ്ധത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതിനാണ് മുൻതൂക്കം എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇപ്പോൾ അമേരിക്ക പുതിയൊരു പ്രഭാതത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവർ തീരുമാനമെടുക്കുക? നേരിട്ട് യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളത് രണ്ടിനും പറ്റാവുന്ന തരത്തിലേക്കുള്ള സന്നാഹങ്ങൾ ഏതായാലും ഒരുങ്ങുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് കുറേയേറെ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും പശ്ചിമേഷ്യയിലേക്ക് വരുന്നുണ്ട്. പശ്ചിമേഷ്യയുടെ പ്രധാനപ്പെട്ട
കേന്ദ്രങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ഇന്ധനം നിറക്കാവുന്ന വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറക്കാവുന്ന യുദ്ധക്കപ്പലുകൾക്ക് ഇന്ധനം നിറക്കാവുന്ന വിമാനങ്ങൾ കൂടി സജ്ജമാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ